ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ സർഗത്തില് ലവണാസുരനെ വധിക്കാനായിട്ടുള്ള ശത്രുഘ്നന്റെ പുറപ്പാടാണ് പറയുന്നത്. ആരാണ് ലവണാസുരനെ വധിക്കുക, ഭരതനോ ശത്രുഘ്നനോ എന്ന് ശ്രീരാമൻ ചോദിച്ചപ്പോൾ ഞാനാവാമെന്ന് ഭരതൻ പറഞ്ഞെങ്കിലും ശത്രുഘ്നനാണ് ആ നിയോഗം ഏറ്റെടുത്തത്. 14 വർഷത്തെ വനവാസത്തിന് പോയപ്പോൾ ലക്ഷ്മണൻ കൂടെ പോയി തൻ്റെ കർത്തവ്യം നിറവേറ്റി. അത്രയും കാലം അയോധ്യയെ സംരക്ഷിച്ച് ഭരതൻ തൻ്റെ കർമ്മം നിർവഹിച്ചു. തനിക്കും ജ്യേഷ്ഠനു വേണ്ടി എന്തെങ്കിലും കർമ്മം അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞ് ശത്രുഘ്നൻ ആ ലവണാസുരനെ വധിക്കാനായി മധുവനത്തിലേക്ക് പുറപ്പെട്ടു. ശരി, മധുവിൻ്റെ രാജ്യത്തിലെ ശോഭനമായ നഗരത്തിൽ ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു. ഭരതനെ നീ ബഹുമാനിക്കുന്നുവെങ്കിൽ ഇവിടെ തന്നെ നിൽക്കട്ടെ. ഭരതനെ പറഞ്ഞേക്കേണ്ട, ബഹുമാനിക്കുന്നെങ്കിൽ ഇവിടെ നിൽക്കട്ടെ, എങ്കിൽ നീ പോയി ആ കർത്തവ്യം നിറവേറ്റി വരൂ എന്ന് ശത്രുഘ്നോട് പറയാണ് ശ്രീരാമൻ. മഹാഭുജ, ഭരതൻ ക്ലേശാർഹൻ അല്ലെങ്കിൽ, അതായത് ദുഃഖിക്കാനായി ക്ലേശം ഇനി ഭരതൻ സഹിക്കാൻ അർഹനല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കട്ടെ. ശൂരനും വിദ്യാസമ്പന്നനുമായ നീ നഗരനിർമ്മാണത്തിന് പോന്നവനാണ്. അതുകൊണ്ട് നീ തന്നെ ആ നിയോഗം ഏറ്റെടുത്തോളൂ. രാജാവിൻ്റെ കുലം കെടുത്തിയിട്ട് വീണ്ടും ആ സ്ഥാനത്ത് രാജാവിനെ വാഴിക്കാത്തവൻ നരകത്തിൽ വീഴും. അതിനാൽ നീ എൻ്റെ വാക്കിനെ ആദരിച്ച് മധുപുത്രനും പാപനിശ്ചിതനുമായ ലവണനെ വധിച്ച് ധർമാനുസൃതം രാജ്യം ഭരിക്കുക. ലവണാസുരനെ വധിച്ചതിന് ശേഷം ആ രാജ്യം ഭരിക്കണം, നീ ഏറ്റെടുക്കണം. അഭിഷേകം ചെയ്യാൻ പോവാണ്. ഞാൻ പറയുന്നതിന് മറുത്തൊന്നും പറയരുത്. ജ്യേഷ്ഠൻ്റെ ശാസനം അനുജൻ അനുസരിക്കണം, അതിലൊരു സംശയമില്ല. ഞാൻ പറയുന്നത് കേൾക്കേ വേണ്ടു. വസിഷ്ഠാദികളായ വിപ്രന്മാരാൽ വിധിമന്ത്ര പുരസ്സരം നടത്തുന്ന അഭിഷേകം നീ കൈക്കൊള്ളണം എന്ന് പറഞ്ഞ് ശ്രീരാമൻ ശത്രുഘ്നന് അഭിഷേകം ചെയ്യിച്ചു. വസിഷ്ഠാദികളായ വിപ്രന്മാരെ കൊണ്ട് വിധിമന്ത്ര പുരസ്സരം ശ്രീരാമൻ ശത്രുഘ്നന് അഭിഷേകം നടത്തി. അതിനുശേഷം ലവണാസുരനെ വധിക്കാനുള്ള ഉപായവും ശ്രീരാമൻ ശത്രുഘ്നന് പറഞ്ഞു കൊടുത്തു. ആ കഥ പണ്ട് മധുകൈടഭന്മാരുടെയും സർവരാക്ഷസന്മാരുടെയും വിനാശത്തിനായി ബ്രഹ്മാവ് അത്യന്തം ക്രുദ്ധനായി സൃഷ്ടിച്ച ഒരു ശരം ശത്രുഘ്നന് നൽകി. ഉത്തമമായ ഈ ശരം മറ്റാർക്കും കാണാൻ കഴിയില്ല. ഈ ശരം കൊണ്ടാണ് അസുരന്മാരെ വധിച്ച് ബ്രഹ്മാവ് ലോകസൃഷ്ടി ചെയ്തത്. ഇതുകൊണ്ട് നിനക്ക് മധുപുത്രനായ ലവണാസുരനെ വധിക്കാം എന്ന് പറഞ്ഞാണ് ആ ശരം ശത്രുഘ്നന് നൽകിയത്. മഹാത്മാവായ ത്രയംബകൻ മധുവിന് നൽകിയ ഉത്തമമായ മഹാശൂലം അവന്റെ പക്കലുമുണ്ട്. ആ മധുവിൻ്റെ പുത്രനായ ലവണാസുരന്റെ കയ്യിൽ മധുവിനെ മഹാദേവൻ സന്തോഷിച്ച് നൽകിയതാണ്. അദ്ദേഹത്തിൻ്റെ ധർമ്മനിഷ്ഠ കണ്ട് സന്തോഷിച്ച് മഹാദേവൻ നൽകിയതാണ് ഒരു ശൂലം. ഉത്തമമായ ആ ശൂലം അവനെ രക്ഷ ചെയ്യുന്നു. ശൂലമെടുത്താൽ അവനെ
ആർക്കും കൊല്ലാനാവില്ല. ശത്രുവിനെ അവനെ വധിക്കാൻ കഴിയില്ല ശൂലം എടുത്തു കഴിഞ്ഞാൽ. അതിനു മുമ്പ് അവനെ വധിക്കണം എന്ന് പറയണം. ഉപായം ഇതാണ്. ഉപായം പറഞ്ഞു കൊടുക്കാണ്. ലവണാസുരനെ വധിക്കാനുള്ള ഉപായം ശ്രീരാമന് പറഞ്ഞു കൊടുക്കാണ്. അതിനു മുമ്പ് തന്നെ നീ അവനെ വധിക്കണം. നിരായുധനായ അവൻ പുരിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നീ ആ ആയുധവും എടുത്തുകൊണ്ട് പ്രവേശന കവാടത്തിൽ നിൽക്കുക. അകത്ത് കടക്കുന്നതിന് മുമ്പ് നീ അവനെ പോരിന് വിളിക്കണം. എന്നാൽ നിനക്കവനെ വധിക്കാം എന്ന് ശ്രീരാമന്റെ ആജ്ഞ കേട്ട് അങ്ങനെ ശത്രുഘ്നൻ പുറപ്പെടാണ് ആ പുരിയിലേക്ക്. കാകുത്സനെ വീണ്ടും വീണ്ടും വാഴ്ത്തിയിട്ട് അദ്ദേഹം പിന്നെയും പറഞ്ഞു. ആ കാകുത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയാൻ കേട്ടോ. ഇതിൽ ഭരതനായാലും ശ്രീരാമനെ ആയാലും പറയാം. ഇവിടെ ഇപ്പോൾ ശത്രുഘ്നനെ ഉദ്ദേശിക്കണേ. ശ്രീരാമൻ ആ കാകുത്സ്ഥനായ ശത്രുഘ്നനെ വീണ്ടും വീണ്ടും വാഴ്ത്തിയിട്ട് ശ്രീരാമൻ പിന്നീട് മറ്റൊന്നുകൂടി പറഞ്ഞു. ഹേ പുരുഷശ്രേഷ്ഠ, ഈ 4000 കുതിരകളും 2000 തേരുകളും 100 നല്ല ഗജങ്ങളും നാനാതരം വാണിഭങ്ങളോടുകൂടിയ കച്ചവടശാലകളും നടന്മാരും നർത്തകന്മാരും കാകുത്സ്ഥനായ നിന്നെ പിന്തുടരട്ടെ. ഇതെല്ലാം നിന്നെ അനുഗമിക്കും പിന്നാലെ തന്നെ. നീ മധുവനത്തിലേക്ക് പോകുമ്പോൾ സൈന്യസമേതം പോകണമെന്ന് പറയാണ്. ഇഷ്ടം പോലെ ധനവും അതുപോലെ ഇഷ്ടം പോലെ സ്വർണവും ധനവും വാഹനങ്ങളുമെല്ലാം കൊണ്ടുപോയിക്കൊള്ളുക. സൈന്യം സന്തുഷ്ടവും സമ്പന്നവുമായി കീഴ്പ്പെട്ട് നിൽക്കുമാറും സംഭാഷണങ്ങളും സമ്മാനങ്ങളും കൊണ്ട് രഞ്ജിപ്പിക്കണം. അല്ലേ? അവരെല്ലാവരും സന്തോഷിപ്പിക്കണം. നല്ല വാക്കുകളെ കൊണ്ടും സംഭാഷണങ്ങളെ കൊണ്ടും സമ്മാനങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തിയാൽ ആ രാജാവിന് നല്ലതാണ്. ശരിയായിട്ടുള്ള നയമായിരിക്കും അത്. അവർ നമ്മളുടെ വശത്തായിക്കൊണ്ട് നിന്നുകൊണ്ടും ഭൃത്യന്മാർ സന്തുഷ്ടിയില്ലാതെ വാഴുന്നിടത്ത് സമ്പത്തും ഭാര്യ ബന്ധുജനങ്ങളും നിൽക്കില്ല. ഭൃത്യന്മാർ സന്തോഷത്തോടെ കഴിയുന്നിടത്താണ് എല്ലാ സൗഖ്യങ്ങളും ഉണ്ടാവുക. അതിനാൽ സന്തുഷ്ടജനങ്ങൾ നിറഞ്ഞ മഹാസൈന്യത്തെ ആദ്യം തന്നെ അയച്ചിട്ട് നീ തനിച്ച് ധനുഷ്പാണിയായി മധുവനത്തിലേക്ക് പോകണം. ആദ്യം സൈന്യങ്ങളെ അങ്ങോട്ട് അയക്കണം. അവരവിടെ താവളമുറപ്പിക്കട്ടെ. അതിനുശേഷം പിന്നീട് നീ ഒറ്റയ്ക്ക് ആ വില്ലും ശരവുമൊക്കെ എടുത്തുകൊണ്ട് ലവണാസുരനെ വധിക്കാനായിട്ട് പോകണം. പക്ഷെ അവനെ കാണാൻ പാടില്ല കേട്ടോ. നീ പോരാടാൻ ചെല്ലുന്നത് മധുവിൻ്റെ മകനായ ലവണൻ അറിയരുത്. അങ്ങനൊരു കാര്യമുണ്ട്. നേരിട്ട് ചെന്നാൽ തീർച്ചയായിട്ടും അവൻ യുദ്ധം ചെയ്യും. ആ ശൂലമെടുത്ത് വധിക്കും വരുന്ന ശത്രുവിന്. അതാണ് അവൻ്റെ ഒരു സ്വഭാവം. ആ ലവണാസുരൻ അറിയാത്ത വിധത്തിൽ സംശയം കൂടാതെ അവിടെ ചെല്ലണം. പുരുഷശ്രേഷ്ഠ, അവനെ വധിക്കാൻ വേറൊരു വഴിയുമില്ല. നേരിട്ട് കാണുന്നവനെ അവൻ വധിക്കും. വേനൽ കഴിഞ്ഞ് വർഷം തുടങ്ങിയാൽ ലവണനെ കൊല്ലുക. ആ ദുർമതിയെ കൊല്ലാനുള്ള സമയം അതാണ്. വേനൽ അറുതിക്ക് വർഷക്കാലം തുടങ്ങുന്ന സമയത്താണ് അവനെ വധിക്കേണ്ടത്. വേനൽ തീരുന്നതിന് മുമ്പ് തന്നെ ഗംഗ കടക്കാൻ കഴിയുന്ന വിധം നിന്റെ സൈനികർ മഹർഷിമാരുടെ പിറകെ ആദ്യം തന്നെ പോകട്ടെ. സൈന്യങ്ങളെ ആദ്യം തന്നെ കടത്തിവിടാണ്. ആ ഭാഗീരഥി ഗംഗാനദി കടക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രയാസമായിരിക്കും. വെള്ളം നിറയുന്നതിന് മുമ്പ് കടന്നു പോകണം. അവരവിടെ പോയിട്ട് താവളം ഉറപ്പിക്കട്ടെ. അതിനുശേഷം പിന്നാലെ ഒറ്റയ്ക്ക് ശത്രുഘ്നൻ പോകണമെന്നാണ് പറയുന്നത്. സൈന്യത്തെ മുഴുവൻ ആ നദീതീരത്ത് ശ്രദ്ധയോടെ നിർത്തി നീ പിന്നീട് ശീഘ്രം വേഗത്തിൽ വില്ലുമായി മുമ്പിട്ട് ചെല്ലുക. അവരെ അവിടെ താവളം ഉറപ്പിച്ചിട്ട് പെട്ടെന്ന് പോയിട്ട് അമ്പും വില്ലുമായി ശത്രുവിനെ നേരിടണം. രാമൻ ഇങ്ങനെ ചൊല്ലിയത് കേട്ട് ശത്രുഘ്നൻ കരുത്തന്മാരായ സേനാമുഖ്യന്മാരെ വിളിച്ചു വരുത്തി അവരോടിങ്ങനെ പറഞ്ഞു. നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള പ്രദേശങ്ങളിൽ എല്ലാവരും സുഖമായി വസിക്കണം. പരസ്പരം പിണങ്ങാതെയും ആർക്കും വിരോധം വരുത്താതെയും വസിക്കണം എന്ന് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ സൈന്യത്തെ ആദ്യം തന്നെ പറഞ്ഞയച്ചു. അതിൻ്റെ പിന്നാലെ അവരോടിങ്ങനെ ആജ്ഞാപിച്ചിട്ട് മഹാസൈന്യത്തെ അയച്ച ശേഷം കൗസല്യയെയും സുമിത്രയെയും കയ്യേയും ഒക്കെ വന്ദിക്കാനായി പോയി. അമ്മമാരെ വന്ദിച്ചതിന് ശേഷം ശത്രുഘ്നൻ പിന്നെ ശ്രീരാമനെയും വന്ന് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച്
താണു വണങ്ങിക്കൊണ്ട് ആജ്ഞ വാങ്ങി അവിടുന്ന് വിട വാങ്ങി പോവാണ്. വിശുദ്ധാത്മാവായ ശത്രുഘ്നൻ ലക്ഷ്മണനെയും ഭരതനെയും പുരോഹിതനായ വസിഷ്ഠനെയും കൂപ്പുകൈകളോടെ പ്രണമിച്ചു. മഹാബലവാനായ അദ്ദേഹം അവരെ പ്രദക്ഷിണം ചെയ്ത് മധുവനത്തിലേക്ക് പുറപ്പെട്ടു എന്ന് പറയണം. ലക്ഷ്മണം ഭരതം ജൈവ പ്രണിപത്യ കൃതാഞ്ജലി പുരോഹിതം വസിഷ്ഠം ച ശത്രുഘ്ന പ്രേതാത്മവാൻ പ്രദക്ഷിണ മധോകൃത്വ നിർജഗാമ മഹാബല. എല്ലാവരുടെയും വസിഷ്ഠമനി മഹർഷി എല്ലാവരെയും വന്ദിച്ചതിന് ശേഷം പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചതിന് ശേഷം അവരുടെ അനുഗ്രഹങ്ങളും ആശീസ്സുകളും ഒക്കെ ഏറ്റ് ശത്രുഘ്നൻ മധുവനത്തിലേക്ക് യാത്രയായി പുറപ്പെട്ടു. അങ്ങനെ തീർച്ചയായിട്ടും ലക്ഷ്മണൻ മധുവനത്തിൽ ചെന്ന് ആ നിയോഗം പൂർത്തിയാക്കണോ. വേണ്ട പോലെ തന്നെ ആ ലവണാസുരനെ വധിച്ച് മധുരാനഗരി സ്ഥാപിച്ച് അവിടെ കുറെ കാലം വാഴുന്നൊക്കെ ഉണ്ട്. അവിടുത്തെ രാജാവായി വാഴിച്ചു കഴിഞ്ഞല്ലോ ഭഗവാൻ ശ്രീരാമൻ. അതുകൊണ്ട് ആ ലവണാസുരനെ വധിച്ച് കുറെ കാലം കഴിഞ്ഞൊക്കെ 12 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെയാണ് ഇനി ശത്രുഘ്നൻ മടങ്ങി വരുന്നത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേന മാർഗേണ മഹീം മഹീഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.